അയാള് ഒരു മതിലിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ ഇബ്ലീസ് ഇങ്ങനെ ഒരു വേറെ വേഷത്തിൽ, ഇത് വേഷമൊക്കെ മാറി നല്ല ദാടിയും തലക്കെട്ടൊക്കെ ഉള്ള ഒരു വേഷത്തിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്നൊന്ന് മാറിക്കിടക്കണമെന്ന്. അയാൾ ചോദിച്ചു, അതെന്താ? നിങ്ങൾ മാറിക്കിടക്കുമ്പോ അറിയാന്ന് പറഞ്ഞു. അയാൾ മാറിക്കിടന്നിട്ട് മതിലിടിഞ്ഞു വീണു. അപ്പൊ ഈ കിടന്നയാള് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ കൊച്ചല്ലായാണെന്ന് തോന്നുകയാണല്ലോ. സാധാരണ നമ്മളിങ്ങനെ ഇരട്ട പേരിട്ട് പറയും, കരുനാക്കൊക്കെ ഉള്ളവരെ നീ കൊച്ചല്ല ആടി എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ കൊച്ചല്ല. അയാൾ പറഞ്ഞു, ഞാൻ കൊച്ചല്ല എന്നുമല്ല. ഒരു ദിവസം എന്റെ ഉപദ്രവം നിനക്കുണ്ടാവാതിരിക്കാൻ അള്ളാഹുവിനോട് 200 പ്രാവശ്യമാണ് നീ അള്ളാഹുവിനോട് കാവല് ചോദിക്കുന്നത്. ഞാൻ സാക്ഷാൽ ഇബ്ലീസ് ആണെന്ന് പറഞ്ഞപ്പോ ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ ചോദിച്ചു, ഇബ്ലീസേ, അളയാ നീ സെറ്റപ്പായി, നന്നായല്ലോ, രക്ഷപ്പെട്ടല്ലോ, ഇപ്പൊ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്, നീ ഇപ്പൊ നല്ല ഹിദായത്തിന്റെ വഴിയിലേക്ക് വന്നെന്ന് തോന്നുന്നു, എന്നെ സന്തോഷമായിട്ട് മാറ്റിക്കിടത്തി. ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞു, എടാ പായ, ഞാൻ നന്നായത് കൊണ്ടൊന്നുമല്ല. ഒരാള് വെറുതെ ഈമാനുള്ള നിസ്കാരമുള്ള ഒരാള് മതിലിടിഞ്ഞ് വീണു മരണപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ അങ്ങനെ ഓസിനി ഷഹീദ് ഉണ്ടാക്കണ്ട, മാറിക്കിടന്നോ. 200 പ്രാവശ്യം കാവല് ചോദിച്ച ആളാ ഓസിന് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് മാറ്റിക്കിടത്തി. അപ്പൊ നമ്മളോ, ഒരു ദിവസം നമുക്കൊരു 10 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയാൻ പറ്റും. പിശാചിന്റെ കാവലിന് വേണ്ടി അല്ലാഹുവിന്റെ ഖുർആൻ സമ്മാനിച്ച ഏറ്റവും വലിയ മന്ത്രം എന്തെന്നറിയോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ഈ ആയത്തുൽ ഖുർസി പിശാചിന്റെ ഉപദ്രവം ഉണ്ടാവാതിരിക്കുവാനുള്ള ഏറ്റവും വലിയ ഖുർആൻ തരുന്ന മന്ത്രമാണ്. +2 പഠിക്കുന്ന പരീക്ഷയാറ് പ്രിയപ്പെട്ട പെങ്ങളെ, ടെക്സ്റ്റ് ബുക്ക് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പിശാചിന്റെ ബാധയാണ്, നിനക്ക് പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, തലവേദനയാണ്, തലചൊറിച്ചിലാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും, വേണ്ട, പഠിക്കാൻ പറ്റുന്നില്ല. ഉടനെ ഉമ്മ പറയും, അപ്പുറത്തെ സൈനബ ചെയ്ത പണിയാ, എന്റെ മോക്ക് എല്ലാത്തിനും മാർക്ക് കൂടുതലായതുകൊണ്ട് അവള് ചെയ്ത പരിപാടിയാ, അതുകൊണ്ടാണ് ഇപ്പൊ മോക്ക് പഠിക്കാനിരിക്കുമ്പോ തലവേദന. ശൈത്താൻ തലേക്കേതിന്റെ ഒന്നാമത്തെ ആളെ താത്തമാര് യാസീൻ ഓതുമ്പോ കാണാം, കിബിലയിലേക്ക് കാല് നീട്ടിയിരുന്ന് യാസീൻ ബുക്ക് എടുത്ത് യാസീൻ ഓതുമ്പോ യാസീൻ എന്ന് പറയുമ്പോ തന്നെ ഈ കൈ ഇങ്ങനെ പോകും. ഒരു മുബീൻ തീരുമ്പോ 10 പേര് ഷഹീദാവും. ഇതെന്ത് യാസീൻ ഓതല, ആരെ ബോധ്യപ്പെടുത്താനാ? അപ്പൊ ഇത് പിശാച് തലേ കയറിന്റെ അടയാളമാ. ഒന്നിനും ഒരു ബോധവുമില്ല. യാസീൻ ബുക്കാണ്, ഓലക്ക് തവണ കയ്യിരിക്കുന്നത്, ഒന്നും അറിയില്ല. പിന്നെന്താ? പിശാചു വരച്ച വരയിൽ മനുഷ്യ മക്കളാരെ എന്നെയും നിങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമ്പോ രക്ഷപ്പെട്ടേ പറ്റൂ.